പോലീസിന്റെ വിജിലൻസ് ആണ്, ക്രൈംബ്രാഞ്ച് ആണെന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ അസ്സലാമു വറഹ്മത്തുള്ളാഹി. എന്തൊക്കെയുണ്ട് ചങ്കള വിശേഷങ്ങളൊക്കെ? സുഖല്ലേ, റായത്തല്ലേ? അതിന്റെ പിറ്റേ ദിവസം SP ഓഫീസിലേക്ക് വരാൻ പറഞ്ഞു. രാവിലെ 10 മണിക്ക് നിങ്ങളെ പോയി ഞാൻ നാട്ടിലാണെന്ന് വിചാരിച്ചിട്ടുണ്ടാവും സൗണ്ട് ഒക്കെ കേൾക്കുമ്പോ അല്ലേ? നാട്ടിലും 4 മണിക്ക് മൊഴിയെടുക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അദ്ദേഹത്തിന് ഓർമ്മകളൊക്കെ പറഞ്ഞു കൊടുത്തു. അവസാനം ഒരു ഫോട്ടോ കാണിച്ചു കൊടുത്തു അന്വേഷണ ഉദ്യോഗസ്ഥർ. എന്താ അറിയോ, മരത്തിന് കുറ്റി. ബാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, അപ്പം ഞാൻ സ്റ്റോപ്പ് ചെയ്തതാ. പനുവർക്കാക്ക് പറഞ്ഞ മാതിരി നമ്മുടെ നാട്ടിൽ 3 ബാങ്കാണ് കാരണം. ഇവിടെ ഒരു ബാങ്കുള്ളൂ, മാരിപ്പി. ഒരേ ടൈമിൽ എല്ലാ പള്ളിക്കൊന്നും ഒരേ ടൈമിലാണ് ബാങ്ക് കൊടുക്കുക. നാട്ടിൽ 2, 3, 4 ഐറ്റം ബാങ്കാണ് പല ടൈമിലായിട്ട്. അപ്പം ഞാനിപ്പോൾ ഈ പരിപാടി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചില ആളുകൾ വിചാരിക്കുന്നുണ്ടാവും, എന്താ ഷഫീഖ് ഭായി നിങ്ങൾ പാർട്ടി പരിപാടിയൊക്കെ ആണോ, അങ്ങനെയാണോ ഇങ്ങനെയാണോ മറ്റാണോ മറിച്ചാണോ, അതിൻ്റെ പാർട്ടി ആണെങ്കിൽ മറ്റേ പാർട്ടി ആണെങ്കിലും വേറെ പാർട്ടി ആണെങ്കിലും നല്ലത് സത്യം വിളിച്ചാര് പറയണം അവരെ കൂടെ നമ്മളുണ്ടാവും. ഇനി സത്യമാണെങ്കിൽ അത്രേ ഉള്ളൂ. അവരെന്താ പറയുന്നു പറഞ്ഞു, അവരത് കേൾക്കുകയാണ്. ഇനി സത്യമാണോ അല്ലാതെ നമുക്കറിയാലോ. ഏതായാലും ഇപ്പോൾ ഇൻഷാ അല്ലാഹ് ഏതായാലും സത്യം തെളിയട്ടെ എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ 2-3 വേക്കൻസി ഉണ്ട്. 2 വേക്കൻസി ഉണ്ട്, 3 എണ്ണം ഒന്നുമില്ല. 2 റിയാദിലേക്ക് തന്നെയാണ്. അപ്പോൾ റിയാദിൽ ഉള്ള ആളുകൾ മാത്രം മെസ്സേജ് അയച്ചാൽ മതി. എന്നോട് ആദ്യം തന്നെ ഒരു ചങ്ങായി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ആദ്യം തന്നെ പറയണം ഇത് നാട്ടിലെ ആൾക്കാണോ റിയാദിലുള്ള ആൾക്കാണോ സൗദിയിലെ ആൾക്കാണോ. ഇനിയിപ്പോൾ അതിൽ പറയുകയാണ് സൗദിയിലുള്ള ആൾക്കും വേക്കൻസി ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഈ നാട്ടിലുള്ള ആളുകൾക്കും വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞ ആളുകൾ ഫുള്ളായിട്ടിരുന്ന് കാണും. എൻ്റെ ഒരു വീഡിയോ ഒരു 10 മിനിറ്റ് കാണുമ്പോഴത്തേന് ആളുകൾക്ക് എമ്മാതിരി ബുദ്ധിമുട്ടാണ് അറിയാം. അത് വേറെ എന്തെങ്കിലും ഒരു വീഡിയോ കാണുകയാണെങ്കിൽ ഓർക്ക് യാതൊരു വിധ പ്രശ്നമല്ല. എല്ലാവരും അല്ല കേട്ടോ ഈ പറയണത്. ഞാനിപ്പോൾ ഒരു 4-5 ഒരാഴ്ചകളായി പല്ലുവേദനയും കാര്യങ്ങളൊക്കെ. പല്ലുവേദനയ്ക്ക് ഇപ്പോൾ ഡോക്ടറെ കാണിച്ച് ഇഞ്ചക്ഷൻ അടിച്ചിരിക്കണം. ഇൻഷാ അല്ലാഹ് ഇനി നീരൊക്കെ ഒന്ന് ഒഴിവായിട്ട് ഒന്ന് പൊത്തടക്കലും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിലാണ് നമ്മൾ ഈ വീഡിയോ നമ്മളെ ജോലിക്ക് നമുക്ക് ജോലിക്ക് പറഞ്ഞാൽ വെള്ളിയാഴ്ച പോലും ഇപ്പോൾ ലീവില്ലാത്ത ജോലിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത്രയും തിരക്കുണ്ട്. അപ്പോൾ ഒരു ജോബ് വേക്കൻ്റ് ട്രെയിലറിൻ്റെ AC മെക്കാനിക്ക് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. ഓൾറെഡി സൗദിയിലുള്ള ആളുകൾ മാത്രം. 3000 റൂമും ഫുഡ് ആയിട്ട് ഉണ്ട്. വലിയ വണ്ടിൻ്റെ AC മെക്കാനിക്ക് അറിയുന്ന ആളുകൾ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ തെനാസിലെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏജിൻ്റെ ലിമിറ്റൊന്നും പ്രശ്നമല്ല, ഇക്കാമ വാലേഡ് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ മെസ്സേജ് അയക്കി. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? സുഖമല്ല, റായത്തല്ലേ? നാട്ടിലേക്ക് എങ്ങനെ മഴയും കാര്യമൊക്കെ അല്ലേ? മലപ്പുറത്തെ കാര്യമില്ല, മലപ്പുറത്ത് നമ്മൾ വീട്ടിൽ വിളിച്ചും പറയലുണ്ട്. എത്ര ജനങ്ങൾ ആഞ്ഞടിച്ച അനുവർ. എന്തായാലും സത്യം വിജയിക്കട്ടെ. പക്ഷെ ഞാനൊരു പ്രവാസിയാണ് കേട്ടോ. കാരണം 4 വർഷം കഴിഞ്ഞിട്ട് ഒരു സുഹൃത്ത് നാട്ടിൽ വന്നപ്പോൾ എല്ലാ അനുഭവമാണ്. അത് വീഡിയോയിലൂടെയാണ് നമ്മൾ കണ്ടത്, ഒരാൾ നുണ പറഞ്ഞതല്ല. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അയാൾ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാർട്ടി ഞാൻ ചിലപ്പോൾ ഏതെങ്കിലും പാർട്ടി ആയിക്കോട്ടെ, പക്ഷെ നല്ലത് ചെയ്യണത് അല്ലെങ്കിൽ എടുത്ത് പറയണ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് എടുത്ത് കേൾക്കണം. എന്താ ആട്ടെ, ഞാൻ അത് വരണങ്ങാണ്ട് ആരും വരണ്ട, ഞാൻ ഇന്ന പാർട്ടിയാണ്, മറ്റോൻ ആ പാർട്ടിയാണ്, ഇവൻ ഈ പാർട്ടിയാണ് പറഞ്ഞാണ്ട്. ഞാൻ മതത്തിനെയും പാർട്ടിനെയും, എനിക്ക് മനുഷ്യന് നല്ലതായാൽ മതി എന്നുള്ളതാണ്. അതൊക്കെ അവനാൻ്റെ ഇഷ്ടങ്ങളാണ്. ഇൻഷാ അല്ലാഹ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ 2ാമത്തെ വേക്കൻസി ഉള്ളത് അതും കൂടെ ഞാൻ പറഞ്ഞുതരാം. സൗദിയിലുള്ള ആൾക്ക് തന്നെയാണ്. ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല ആരെങ്കിലും ഉണ്ടെന്ന് വെച്ചാൽ വാട്സപ്പിൽ മെസ്സേജ് ആക്കി. കാമിയും ലൈസൻസും വാലിഡാണ്, ഹെവി. അപ്പോൾ അവർക്കൊരു വേക്കൻ്റ് ഉണ്ട്. ഓക്കെ, കമ്പനിക്ക് ഇവിടെ ഉള്ള ആളുകൾ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ഇൻഷാ അല്ലാഹ് ജോബ് വേക്കൻസി ഇനി പുതിയ കണ്ടന്റും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടെത്തിയിട്ട് മറ്റുള്ള വീഡിയോ ആയിട്ട് വെറൈറ്റി വീഡിയോ ആയിട്ട് വരണം എന്നുള്ള താല്പര്യമുണ്ട്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഒരു തിരക്ക് കൂടെ അങ്ങനെ പോവാം. ഇതിൻ്റെ കൂടെ നടന്നാലൊക്കെ നമുക്ക് കാര്യമുണ്ട്. പല ഭാഗങ്ങളിൽ റിയാദ് നിങ്ങളെ കൊണ്ട് പരിചയപ്പെടുത്തി തരാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണാനുണ്ട്.
ഇപ്പോൾ റിയാദിൽ നടക്കുന്ന ഒരു ബുക്ക് സ്റ്റോളിന് പരിപാടി ഉണ്ട്. ആ പരിപാടിയൊക്കെ വീഡിയോയിൽ ഇട്ടാണല്ലോ, അത് കാണാൻ മാത്രമുണ്ട്. പക്ഷേ എനിക്ക് അങ്ങോട്ട് കയറാൻ വയ്യ, കാരണം അത്രയും ജനങ്ങളാണ്. നമ്മളെ നാട്ടിലൊക്കെ ജാമിയ നൂരിയ അറബി കോളേജിൻ്റെ കോളേജ് പരിപാടിക്ക് അത്രയും ബസ്സുകൾ 2, 3, 4 കിലോമീറ്റർ ബ്ലോക്ക് കിടക്കണം അവിടെ. അത്രയും ബസ്സുകൾ ഗ്രൗണ്ടിലും പാർക്കിങ്ങിലും കാറുകളും ബസ്സുകളൊക്കെ നിറഞ്ഞ് കിടക്കുക. അത്ര വലിയ പരിപാടിയാണ്. അപ്പോൾ അതൊക്കെ കാണാനുണ്ട്. പക്ഷെ അതൊന്നും ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്താത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ ആ ഒരു ജോബിലാണ് ഉള്ളത്. അപ്പോൾ വീഡിയോയിൽ ഉൾപ്പെടുത്താത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ കൂടെ ഇങ്ങനെ വീഡിയോ ഇട്ട് നടക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടായി കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അത് കാരണമാണ്. അതല്ലാതെ തന്നെ ഇൻഷാ അല്ലാഹ് റിയാദ് സീസണ് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ കാണാനുണ്ട്. അതിനായിട്ട് നടക്കുകയാണെങ്കിൽ അതിനായിട്ട് നടക്കണം. ഒക്കെ പാടെ ഒരുമിച്ച് നടക്കില്ല എന്ന മാതിരി. അപ്പോൾ നമുക്ക് നല്ല എന്താ വെച്ചുകൊണ്ട് ഈ ജോബ് വേക്കൻസി ആയിട്ട് മുന്നോട്ട് പോകാൻ, അതാവുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒഴിഞ്ഞിരിക്കുന്ന ടൈമിൽ നമുക്ക് പറഞ്ഞാൽ മതി. അപ്പോൾ എൻ്റെ കോണ്ടാക്ട് നമ്പർ മറക്കണ്ട കേട്ടോ. 9895 3315557. ശരിയല്ല കാണി 98 95 331 587. ഈ നമ്പറിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. ഓരോരുത്തർക്കും ഓരോ രാഷ്ട്രീയമുണ്ട്. എനിക്കുമുണ്ട്, നിങ്ങൾക്കുമുണ്ട്. ആ രാഷ്ട്രീയം നന്മയ്ക്ക് വേണ്ടി. ഏതായാലും അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇത് ലൈസൻസ് ഇല്ലോലോ AC മെക്കാനിക്ക് അറിയുന്നവരൊക്കെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് മെസ്സേജ് അയക്കൊണ്ട് കേട്ടോ. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? ഇപ്പോൾ ഇടായിട്ട് കുറേ ആളുകൾ വാട്സപ്പിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതിനെ പറ്റിയിട്ട് ചോദിച്ചിട്ടൊക്കെ. അപ്പോൾ 10ഉം 15ഉം കൊല്ലം മുമ്പൊക്കെ നാട്ടിക്ക് ഇവിടെ വന്ന് ഉമ്രക്ക് വന്നുങ്ങാണ്ട് ചാടി പണിയെടുത്ത ആളുകളൊക്കെ നാട്ടിക്ക് പോയാലൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടൊരു വീഡിയോ, അതിനായിട്ടൊരു വീഡിയോ ചെയ്യാനൊന്നും എന്നെ കൊണ്ട് കഴിയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങോട്ട് പറയാമെന്നല്ലാതെ. സുഹൃത്തുക്കളെ, ഇങ്ങനെ വരുന്ന ടൈമിൽ നിങ്ങൾ എയർപോർട്ട് പ്രിൻ്റ് എടുക്കണം. എയർപോർട്ടിൽ നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് നമ്മൾ ആദ്യം അറിയണം. അല്ലാതെ ആരും ഇത് ട്രൈ ചെയ്യാൻ നിൽക്കരുത്. കാരണം ഇപ്പോൾ VFSC വന്നിട്ടുണ്ട്, സ്റ്റാമ്പ് ചെയ്യുക. പക്ഷേ നമ്മളെ പേരിൽ നാട്ടിലേക്ക് വിസ വക്കാല എഴുതി മാറുക എന്ന് പറഞ്ഞാൽ നല്ലൊരു ചിലവില്ല കാര്യമാണ്. നാട്ടിലേക്ക് വിസ നമുക്ക് അയക്കുക എന്നുള്ളത് ചിലവില്ലൊരു കാര്യമാണ്. അപ്പോൾ കമ്പനിയിൽ നിന്നാണെങ്കിലും നമ്മളെ സുഹൃത്തുക്കളാണെങ്കിൽ ആരാണെങ്കിലും നമുക്കൊരു പേപ്പർ ഉണ്ട് ഇറങ്ങേണ്ടത് അയക്കും നമ്മളെ പേരിൽ, നമ്മളെ നാട്ടിലേക്ക് ട്രാവൽസിലേക്ക് അയക്കും. അപ്പോൾ അത് അയച്ചു കഴിഞ്ഞ് പിന്നെ അതിൻ്റെ പേരിൽ നമ്മൾ മെഡിക്കൽ എടുത്തതിന് ശേഷമാണ് നമ്മൾ VFSC എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു എയർപോർട്ട് പ്രിൻ്റ് എടുക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഒരു 70-80% നമുക്ക് അതിൽ ഉറപ്പ് വരുത്താൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. വേറെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അതുപോലെ എടുത്ത ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇനിയിപ്പോൾ 15 അല്ല 20 കൊല്ലം മുമ്പ് നാട്ടിൽ പോയ ആളുകളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാലും ഇവിടെ തർഹീർ വഴിയാണ് നാട്ടിൽ പോയിക്കണം, അഥവാ ജയിൽ വഴിയാണ് പോയിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്യണം. അല്ലാതെ നിങ്ങളെ ഇഷ്ടത്തിന് കയറി വരരുത്. അതുപോലെ പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വിസിറ്റിംഗ് വിസയിൽ വന്നിട്ട് സൗദി അറേബ്യയിൽ ജോലി ചെയ്യാൻ പറ്റുമോ ഷഫീഖ് ഭായി? ആ പണിക്ക് നിങ്ങൾ നിൽക്കരുത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ വിസയിൽ വന്നിട്ട് പണിക്ക് നിൽക്കാൻ പാടില്ല. നിങ്ങളെ ഇക്കാമ തെറ്റി നിങ്ങളൊരു മാസം പണിയെടുത്ത് കഴിഞ്ഞാൽ അത് നമ്മൾ റിന്യൂ ചെയ്യുന്ന ടൈമിൽ അതിൻ്റെ ഫൈൻ അടച്ചിട്ട് റിന്യൂ ചെയ്താൽ മതി. പക്ഷെ അതുപോലല്ല, വിസിറ്റിംഗ് വിസ, മൾട്ടിപ്പ്, സിംഗിൾ എൻട്രി എന്നൊക്കെ പറയുന്ന വിസകളുണ്ടല്ലോ, അതൊന്നും എടുത്തുങ്ങാണ്ട് സൗദിയിൽ വന്നിട്ട് ജോലി ചെയ്യരുത്. നല്ല ഫൈനുണ്ട്. ഓക്കെ. അപ്പോൾ പല ആളുകളും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ആ ചോദ്യത്തിനെ പറ്റിയിട്ട് ഞാൻ അതിലൊരു മറുപടി തരികയാണ്. കാരണം ഓരോരുത്തരോടും എനിക്ക് മെസ്സേജ് ഇട്ട് പറഞ്ഞു കൊടുക്കണേക്കാളും നല്ല ബെറ്ററായിട്ട് ഇതിൽ തന്നെ നമുക്ക് പറയുകയാണെങ്കിൽ എല്ലാവർക്കും മനസ്സിലാവാനാണ്. ഓക്കെ. അതുപോലുള്ള സംശയങ്ങളൊക്കെ നിങ്ങൾ ചോദിച്ചോളൂ. ഇതുപോലെ ഞാൻ വീഡിയോയിൽ തന്നെ ഇൻഷാ അല്ലാഹ് ഞങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇന്നും ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് വിസിറ്റിംഗ് വിസനെ പറ്റിയിട്ട്. അപ്പോൾ ആളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പോരാൻ നിൽക്കണ്ട. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വിസ എടുത്ത് പോകുന്നോളി ഇൻഷാ അല്ലാഹ്. പിന്നെ ഒരുപാട് ആളുകൾ അതുപോലെ തന്നെ പേപ്പറിന് മെസ്സേജ് അയക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഏത് വേക്കൻ്റ് ആണ്, ഏത് കാര്യങ്ങളുണ്ടെന്ന് വെച്ചാൽ ഞാൻ വീഡിയോയിൽ പറയും. വീഡിയോ വാച്ച് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയ വേക്കൻറ്റുകളാണെങ്കിൽ അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. ഓക്കെ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.